നല്ല വേലയാണല്ലോ നീ കാണിച്ച പതുക്കാൻ. ഇപ്പൊ ശ്വാസം മുട്ടി ചത്തുപോയാലോ. പഴയ ദുഷ്യന്തിന് കുതിരയായിരുന്നു, ഈ ദുഷ്യന്തിന് കാറാണ്. അല്ല, നിനക്ക് വർത്തമാനം പറയാൻ അറിയാമല്ലോ. നീ എന്നെ കുളിപ്പിക്കണം. അതിന് ഞാൻ നിങ്ങളുടെ എനിക്ക് അതിനുള്ള യോഗ്യത ഒന്നുമില്ല. എന്നാ എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് കേട്ടോ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാ. എന്തിനാ എന്നെ കളിയാക്കുന്നത്? കളിയാക്കല്ല, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് കയറിയിരുന്ന് പറയാം. സാക്ഷാൽ ദുഷ്യന്തന് ശകുന്തളയോട് തോന്നിയത് ദൈവീക പ്രേമമായിരുന്നു. നീ സിനിമയെ കണ്ടിട്ടില്ലേ? പക്ഷെ നിന്റെ താഴ കണ്ണൂരായ ചേട്ടനോട് ഈ വിവരങ്ങളൊന്നും പറയരുത്. ഞാൻ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇടി മണ്ടിപ്പെണ്ണ നീ കരയാണോ? എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എന്താണ് ആലോചിക്കുന്നത്? അല്ല, നിന്നെ വിശ്വസിപ്പിക്കാൻ എന്താ ഒരു മാർഗം എന്നാലോചിക്കുക. ശരി, ഞാൻ പോകുന്നതിന് മുമ്പേ നിന്നെ ഒന്ന് വിശ്വസിപ്പിച്ച് ചേട്ടൻ വിളിക്കുന്നു. നിന്റെ ഒരു കണ്ണുവിന്റെ കാര്യം സ്വർഗത്തിലെ കട്ടണം. നീ പോയിട്ടുള്ള ദ്രോഹി ആ സമയത്ത് എന്ന് കയറി വിളിച്ചോ. ഞാൻ വിശ്വസിപ്പിക്കാൻ തുടങ്ങിയത്. ശങ്കരനാരെ വന്നാട്ടെ. ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താണാവോ? നമ്മുടെ TV-യിൽ വന്ന് താമസിക്കുന്ന ചന്ദ്രൻ സാറിന് വേണ്ടിയാണ് ഞാൻ വന്നത്. വിശേഷിച്ച് നമ്മുടെ രാധയ്ക്കൊരു വിവാഹാലോചന. ആരാ? അദ്ദേഹം തന്നെ. എന്താ കേശവനായി പറയണത്? പരിഹസിക്കുകയാണോ? അല്ല, അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞതാണ്. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. അദ്ദേഹം വലിയ പണക്കാരനായതുകൊണ്ടാണോ? അതും ആലോചിക്കേണ്ട വിഷയമാണ്. കുറച്ചു ദിവസം ഈ പ്രദേശത്ത് വന്ന് താമസിച്ച ഒരാൾക്ക് ഇങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ... ആദ്യം അദ്ദേഹം പറഞ്ഞപ്പോ എനിക്കും പലതും തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ കഥ കേട്ടപ്പോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. ആള് കൊള്ളാവുന്നവനുമാണ്. നേരാണോ കേശവനാരെ? അതെ, ഭാഗ്യം വന്നാണ് വിളിക്കുന്നത്. തിരിഞ്ഞു നിൽക്കരുത്. വന്നാട്ടെ, രാധയോട് ഞാൻ തന്നെ ചോദിക്കാം. രാധേ, രാധേ, മോളെ രാധേ, ഇവിടെ ഇന്നത്തെ രാധേ. എന്താ മോളെ രാധേ, ഞാൻ നിനക്കൊരു കല്യാണാലോചനയുമായിട്ട് വന്നതാണ്. ചെറുക്കൻ ജീവിക്കാൻ സൗകര്യമുള്ളവനും നല്ലവനുമാണ്. നീ എതിരൊന്നും പറയരുത്. TV-യിൽ താമസിക്കുന്ന ആ ചന്ദ്രൻ സാറാ. നീ സമ്മതിച്ചാൽ വീട്ടിൽ പോയി വേണ്ടപ്പെട്ടവരെ അയക്കാമെന്നാ പറഞ്ഞത്. എനിക്കിഷ്ടമല്ല അമ്മവ. എന്തുകൊണ്ട് ഇഷ്ടമല്ല? ഇഷ്ടമല്ല, അത് തന്നെ. മോളെ, ഞാൻ പറയുന്നുവെന്ന് കേൾക്ക്. ഈ സാറ് ആ സോമനെ പോലെയുള്ള ആളല്ല. അത് ഓർത്തിട്ടല്ലേ നീ? എന്തോർത്തായാലും അക്കാര്യം എന്നോട് പറയണ്ട. പറഞ്ഞു കേട്ടിടത്തോളം കുഴപ്പമില്ലെന്നാ എനിക്ക് തോന്നുന്നു. എന്റെയും വിശ്വാസം അത് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ വിശ്വാസം എന്തായാലും എന്നെ അതിന് കിട്ടില്ല അമ്മവ. മോളെ, നിന്റെ ചേച്ചിയെ നശിപ്പിച്ച സോമനെ പോലുള്ള ആളാണ് ഇദ്ദേഹം എന്നാണ് നിന്റെ വിചാരം, അല്ലേ? എല്ലാം അറിയുന്ന അച്ഛൻ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. മോളെ, അച്ഛൻ പറയുന്നത് നീ കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അമ്മേ, അമ്മേ, ഇവനെ കൊന്ന് ചുട്ട് ചാമ്പലാക്കി കൊണ്ടുവരൂ. എന്നാലേ വിവാഹം നടക്കും. എന്നാ കേശവനാര് പൊക്കോളൂ. ഇങ്ങനെ പിടിവാശിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര നല്ലൊരു കല്യാണാലോചന വന്നിട്ട്. ആഹാ, ആലോചനയും കഴിഞ്ഞോ? അവൻ സമ്മതിച്ചോ? സമ്മതിച്ചു. കല്യാണ തീയതി നിശ്ചയിച്ചു. അതിനു മുമ്പേ കെട്ടി ഇങ്ങോട്ട് എത്തല്ലോ. എന്താ ചേട്ടാ നടന്ന്? എന്താ ഒന്നും മിണ്ടാത്ത? എന്ത് മിണ്ടാനാ ഞാനീ? സമ്മതിച്ചില്ലായിരിക്കും. വല്ല ആടോ പശുവോ മറ്റാണോ കയറിട്ട് പിടിച്ചു കൊടുക്കാൻ? ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കട്ടെ. ഒരു കാര്യമില്ല. ദൈവം തമ്പുരാൻ തന്നെ വന്ന് പറഞ്ഞാലും അവൾ അനങ്ങൂല. ചേട്ടാ, അവളുടെ മനസ്സിലിരിപ്പ് ചേട്ടന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. അവളെ
എന്റെ മോൻ നാണുക്കുട്ടന് വേണ്ടിയിട്ടാ കാത്തിരിക്കുന്നു. പിന്നെ നമ്മൾ അതും ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാറ് ആ കാര്യം ഒന്ന് മറന്നേക്കണം. ആ പെണ്ണിന്റെ വാശി ആർക്കും മാറ്റാൻ സാധ്യമല്ല. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടില്ലേ അവളെ വിളിച്ചത്? അത് കാണാൻ കണ്ടില്ലെങ്കിൽ ആർക്ക് നഷ്ടം? എന്റെ കൊച്ചങ്ങന്ന് രക്ഷപ്പെട്ടെന്നാ ഞാൻ വിചാരിച്ചു. ഇപ്പൊ ചട്ടി ഇന്ന് അടുപ്പിലേക്ക് വീണു. എന്താ ചേട്ടാ? രാധേ, ഞാൻ വിവരം അറിഞ്ഞു. എന്ത് വിവരം? നീ ആ കല്യാണത്തിന് സമ്മതിക്കാൻ വിവരം ഞാൻ ആ സന്തോഷം അറിയിപ്പിക്കാൻ വന്ന. ആരെയും സന്തോഷിപ്പിക്കാനല്ല. എന്നാലും അത് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. അയ്യോ, അതിനൊരു എഴുത്തയച്ചാ പോരായിരുന്നു ചേട്ടാ. ഇങ്ങനെ വന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. എടി, നീ അധികം നാവ് കിട്ടണ്ട. ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ആഹാ, അത് നാണക്കുട്ടൻ ചേട്ടൻ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? ആ, എന്താ നിനക്ക് ഇഷ്ടമില്ലേ? ഇല്ലെങ്കിലോ? അത് ഞാൻ ഉണ്ടായിക്കോളാം. അയ്യോ, നാണമില്ലല്ലോ ഈ ചേട്ടന്. രാധയെ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും നാണം കെട്ട കാര്യമാണോ? ആണെങ്കിൽ പറ. നാണക്കുട്ടൻ ചേട്ടൻ ഇപ്പം പോ. നാണവും നാണക്കേടൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എടീ, നീ വീട്ടിലേക്ക് വരുമല്ലോ, ഒപ്പം കൊണ്ടോളാം. എന്താടാ പത്മനാഭ, നിങ്ങൾ തമ്മിൽ എപ്പോഴും മഴക്കാണല്ലോ. കണ്ടില്ലേ, കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് എന്നെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കും. അയ്യോ, അതെന്തിനാ പപ്പനാൻ ചേട്ടാ? ഇവളിപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. എന്നാൽ ഇവളെങ്കിലും ഉണ്ടെങ്കിൽ സമ്പാദിക്കട്ടെ. അയ്യോ, കരയുന്നു. അത് കൊള്ളാം. അയ്യോ, കരയല്ലേ. ഒരു 100 മില്ലിക്കുള്ളത് ഞാൻ തരാം. അതും കൂടെ അകത്തി ചെല്ലുമ്പം ഈ അന്തരീക്ഷത്തിലൊക്കെ ഒരു മാറ്റമൊക്കെ സംഭവിക്കും. പോന്നെ പോ. നീയും നിന്റെ ഒരു ചേട്ടൻ വീട്ടിൽ പോകാനല്ലേ പറഞ്ഞത്? എന്താ ഡ്രൈവറുടെ കൈകൾക്ക്? ഞാനേ ഈ ഡ്രൈവർ ആവുന്നതിന് മുമ്പേ ഒരു നൃത്തം കുറെ അഭ്യസിച്ചിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അത് പോട്ടെ എന്റെ ഡ്രൈവറെ. പാച്ചറെ, സത്യം പറയാമല്ലോ, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവളെയോ? അവള് ഈ പ്രദേശത്തൊക്കെ കുറെ ഓടുന്നവളാ. ഞാനും കുറെ ഓടിയവനാ. നീ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് നിൽക്കാൻ തന്നെ പോവാ. നേരും. ആ, അതെ. കുറെ കാലങ്ങളായിട്ട് അവളെ എനിക്കറിയാം. അവള് വെറും പാവമാ. ഇവനാ അവളെ ഈ നിലയിൽ എത്തിച്ചത്. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെറുതെ ഇരിക്കുക. ഓ, ഇരുന്നോളൂ. രാജന് ഇഷ്ടമാണോ? ഓ,